കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വന്നിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്കറിയാം. ഇത്രയും തിരക്കുകൾ മാറ്റി വെച്ചിട്ട് ഇവിടെ വരാൻ കാരണം ഒരേ ഒരു മനുഷ്യന്റെ വിളിയാണ്. എന്നെ അങ്ങനെ തന്നെയാണ് വിളിച്ചത്. മോനെ എവിടെ ഉണ്ട് നീ? എന്നൊരു ദിവസം ചേട്ടൻ നടത്തുന്ന ഒരു ലൈബ്രറിയുടെ ഭാഗമായിട്ട് ഒരു പരിപാടി ഉണ്ട്, നീ വായോ എന്ന് പറഞ്ഞിട്ടാണ് പ്രതാപേട്ടൻ എന്നെ വിളിക്കുന്നത്. വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ എനിക്കിതിന് മുന്നേ ഒരു ഡേറ്റ് ഉണ്ടായിരുന്ന ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഓക്കെ പ്രതാപേട്ടൻ, അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് പ്ലാൻ വെക്കാം, അന്ന് നമുക്ക് വരാം എന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മള് എല്ലാവരുടെ അടുത്തേക്കും പറഞ്ഞ് നമ്മൾ രണ്ടാമതും മാറ്റി വെച്ചു. കാരണം ഭയങ്കര മഴയായിരുന്നു. ഇന്ന് പ്രകൃതി നമ്മുടെ കൂടെയാണ്. ഇന്ന് മഴയില്ല, ചെറിയ പോക്കുവെയിൽ എല്ലാവരും ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഇത്രയും സന്തോഷമുള്ള ഒരു വേദിയിലേ എനിക്ക് കുറച്ച് അവാർഡുകൾ കേട്ടിട്ട് നിങ്ങൾ കണ്ടിരുന്നല്ലോ. ഇത്രയും അവാർഡുകൾക്ക് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്കൊരു 1,00,000 രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് പ്രതാപേട്ടൻ ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ചെയ്തോളും പ്രതാപേട്ടൻ. പിന്നെ എനിക്ക് വലിയൊരു സർപ്രൈസ് ഒരെണ്ണം പൊളിക്കാനുണ്ട് ഇവിടെ. ഞാൻ പൊളിച്ചോട്ടെ അത്? അപ്പൊ ഇത്ര വലിയ വേദിയില് ഇന്ന് പ്രിയദർശിനിയുടെ ഭാഗമായിട്ട് അതിന്റെ പുസ്തക പ്രകാശനത്തിന്റെയും ലൈബ്രറിയുടെ ഓപ്പണിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രതാപേട്ടന്റെ പിറന്നാൾ കൂടിയാണ്. ഞാൻ ഇന്ന് കാലത്ത് പറഞ്ഞത് എന്റെ അടുത്തൊക്കെ മറച്ചു വെച്ചു, ഭയങ്കര ദ്രോഹമായി പോയത്. ഇപ്പൊ ഇന്ന് കേട്ടില്ല, ഇല്ല അധികം വയസ്സായിട്ടില്ല, 10-25 വയസ്സായിട്ടുള്ളൂ എന്ന് പറയണപ്പോ. എല്ലാവർക്കും അറിയാം പ്രതാപേട്ടൻ. ഞാനും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, പ്രത്യേകിച്ച് ഈ കടൽ തീരത്തുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ വീടുകളിലും പ്രതാപേട്ടൻ എത്താറുണ്ട്. എല്ലാവർക്കും അറിയുന്ന, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സ്നേഹിക്കുകയും എല്ലാവരെയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന സഹോദര്യത്തിന്റെ മൂല്യം അറിയാവുന്ന വലിയ ഒരു വായനക്കാരനായിട്ടാണ് ഞാൻ പ്രതാപേട്ടനെ കണ്ടിട്ടുള്ളത്. അപ്പൊ പ്രതാപേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇത്രയും മനോഹരമായിട്ട് ഇത്രയും സന്തോഷം ഉളവാക്കുന്ന ഒരു വേദിയിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചതിലും ഇത്രയും ജനങ്ങൾ ഇതിന് വന്നതിലും നിങ്ങളുടെ ഇത്രയും വിലപ്പെട്ട സമയം ചെലവാക്കി നിങ്ങൾ വന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ എന്തിറക്കണ തൊട്ടുണ്ട് പ്രിയദർശിനി ലൈബ്രറി ഭാവിയിൽ ഇതിലും വലിയ, പ്രധാനപ്പെട്ട തന്നെ വാക്ക് തന്നിരിക്കുന്നു, അടുത്ത മാസത്തിൽ ഇതൊരു 10,000 പുസ്തക മാത്രം ശേഖരണമുള്ള ഒരു വലിയ പുസ്തകശാലയായി മാറുമെന്ന്. അതിന് എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഞാൻ അധികം നീട്ടുന്നില്ല. നന്ദി.